ബഹുമാനപ്പെട്ട ഖാദർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ബഹുമാനിയായ സ്മിജി, മറ്റു സഹോദരി സഹോദരന്മാരെ, വളരെ മനോഹരമായ ഒരു സദസ്സാണ് ഇവിടെ. സ്മിജി പറഞ്ഞ പോലെ സ്ത്രീകൾ ഉൾപ്പെടെ പൊതുയോഗത്തിൽ ഒരു കുടുംബയോഗത്തിൻ്റെ പ്രതീതിയിലുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, രാഷ്ട്രീയ ബോധം സ്ത്രീകളിലും കുട്ടികളിലും എല്ലാവരിലും ശക്തമായി ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. ആ രീതിയിൽ സാമുദായിക ധ്രുവീകരണവും വർഗീയതയുമൊക്കെ ആയുധമാക്കി ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. KSRTC ബസ്സിന് മുകളിലൊക്കെ ഇപ്പോൾ ഒരു പരസ്യം കാണാം. എന്താ? വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം. കേരളത്തെപ്പറ്റി പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചുള്ള പ്രചരണം. പക്ഷേ വർഗീയ കലാപത്തേക്കാൾ അപകടകരമായ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം പോയ ഒരു സാഹചര്യമുള്ള. ഞാൻ വിശദമായി പറയുന്നില്ല, ഇവിടെ സംസാരിക്കാൻ സൈർ നല്ലുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യയും കേരളവും തമ്മിലുള്ള ഒരു മാറ്റം, ഉത്തരേന്ത്യയിൽ വർഗീയത ശക്തമായി വളർന്നാൽ പോലും ആ വർഗീയവാദികളൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ മതേതര വിശ്വാസികളായി മാറുന്ന കാഴ്ച കാണാം. ഗുജറാത്ത് കലാപത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം നടത്തിയ പഠനങ്ങളിലൊക്കെ പറയുന്നത്, ആ കലാപത്തിന് നേതൃത്വം നൽകിയ പലരും പിന്നീട് കുടുംബവുമായി മറ്റ് സഹോദര സമുദായങ്ങളുമായി നല്ല നിലയിൽ സൗഹൃദത്തിൽ ജീവിച്ചു എന്നാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു അപകടം ചൂണ്ടിക്കാണിക്കുന്നത്, വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു നാട്ടിലെ ജനത വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സമൂഹം തിരിച്ചു നടക്കുക വളരെ പ്രയാസമാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. അതിൽ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. എല്ലാ ദൃശ്യമാധ്യമങ്ങളിലെടുത്താലും എല്ലാ പൊതുയോഗങ്ങളിലെടുത്താലും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ ലീഗിനെ മുൻനിർത്തി കേരളത്തെ വർഗീയ ആയുധമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നേരത്തെ കേരളത്തിൽ പ്രചരിപ്പിച്ചിരുന്ന CPM ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പറഞ്ഞിരുന്നത് കുഞ്ഞുഞ്ഞ്, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി. അതിൽ വ്യക്തത ഉണ്ട്. എന്താണ്? ന്യൂനപക്ഷങ്ങളെ ഒരു പക്ഷത്ത് നിർത്തുക, ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളെ ഒരു പക്ഷത്ത് നിർത്തിയിട്ട് ഭൂരിപക്ഷ സമൂഹത്തിൽ ഭീതി പടർത്തിക്കൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം. പിന്നീട് സാഹചര്യം മാറി, ദേശീയ തലത്തിലുള്ള സാഹചര്യമൊക്കെ മാറിയപ്പം പിന്നെ മുദ്രാവാക്യം എന്തായി? ആ ന്യൂനപക്ഷങ്ങളെ ഒരു ഭാഗത്ത് നിർത്തിയതിൽ നിന്ന് ക്രൈസ്തവ സമുദായത്തെ കൂടി മാറ്റി. ആരെ മാത്രമാക്കി? മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമാക്കി. അപ്പോൾ മുദ്രാവാക്യം എന്തായി? ഹസ്സന്, അമീർ, കുഞ്ഞാലിക്കുട്ടി. വ്യക്തല്ലേ? ഈ 2 മുദ്രാവാക്യവും പറഞ്ഞത് RSS അല്ല. ഈ 2 മുദ്രാവാക്യവും പറഞ്ഞത് മതേതരത്വത്തിൻ്റെ വക്താക്കളെന്ന് നടിക്കുന്ന CPM ആണ്. അവരാണിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ സ്ത്രീകളും കുട്ടികളും എല്ലാവരും രാഷ്ട്രീയ പ്രബുദ്ധത നേടിക്കൊണ്ട് കേരളത്തിൻ്റെ മതേതരത്വ സമൂഹത്തെ നിലനിർത്തുന്നതിനുള്ള ഇടപെടൽ, അതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം. അത് തന്നെയാണ് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ സമൂഹത്തെ മതേതരമായി നിലനിർത്തുന്നതിന് അവസാനത്തെ ലീഗുകാരൻ അവശേഷിക്കുമ്പോൾ പോലും ആ പോരാട്ടം തുടരും എന്നുള്ള പ്രതിജ്ഞയാണ് ഓരോ ലീഗുകാരനും ഉണ്ടാവേണ്ടത്. കലുഷിതമായ അന്തരീക്ഷം വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തെ വർഗീയവൽക്കരിച്ച് മുസ്ലിം ലീഗിനെ വർഗീയമായി ചിത്രീകരിച്ച് ലീഗിനെ തകർക്കാനുള്ള ശ്രമം നടന്ന ഈ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ അത്യുജ്വലമായ മുന്നേറ്റം ലീഗ് ഉണ്ടാക്കിയത്. നമ്മൾ ചാത്തമംഗലത്തെ പറ്റി അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം പറയട്ടെ, മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് എല്ലാ ജില്ലകളിലും പോകുമ്പോൾ ഒരു ജില്ലയിൽ മാത്രം ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല. കാരണം എന്താ? പത്തനംതിട്ട ജില്ലയിൽ ലീഗിന് ഒരു മെമ്പർ ഉണ്ടായിരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും പത്തനംതിട്ട ജില്ലയിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നില്ല 2020-ൽ. എന്നാൽ ഇപ്പം പത്തനംതിട്ട നഗരസഭയുടെ വൈസ് ചെയർമാൻ മുസ്ലിം ലീഗാ, മെമ്പർ മാത്രമല്ല. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ അടുത്ത ഘട്ടത്തിൽ മുസ്ലിം ലീഗാണ് വരുന്നത്. കായംകുളം മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗാണ് ഇപ്പോൾ ചെയർമാനായി നിൽക്കുന്നത്. തെക്കൻ കേരളത്തിൽ അതിശക്തമായ മുന്നേറ്റം ലീഗ് ഉണ്ടാക്കുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. ആരാ ഉണ്ടാക്കിയത്? മുസ്ലിം വോട്ട് കൊണ്ടാണോ? ലീഗിൻ്റെ വോട്ട് കൊണ്ടാണോ? കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ടാണോ? ലീഗിനെ വേട്ടയാടുന്ന സമയത്ത് മതേതര സമൂഹം, ഇവിടെയുള്ള മറ്റ് ഇതര മതസ്ഥരെല്ലാം തന്നെ ലീഗിനെ ചേർത്ത് പിടിക്കുകയാണ്. അത് ചാത്തമംഗലത്തും കോഴിക്കോട് ജില്ലയിലും മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും മാത്രമല്ല,
തെക്കൻ കേരളത്തിലുൾപ്പെടെ കേരളത്തിലുടനീളം ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും ഉജ്ജ്വലമായ വിജയം 3000-ലധികം ജനപ്രതിനിധികൾ ലഭ്യമാകുന്ന രീതിയിലേക്ക് നമ്മെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ലീഗുകാരും ഓർക്കേണ്ടത് ഈ സമൂഹം നൽകുന്ന പിന്തുണ, പൊതുസമൂഹം നമ്മെ ചേർത്ത് പിടിക്കുന്നതിന് നന്ദി പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, ഓരോ ഇടപെടലുകളും, സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലുമെല്ലാം. ആ രീതിയിൽ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശവുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നമ്മൾ ചാത്തമംഗലത്ത് നേടിയിട്ടുണ്ട്. CPM-ന്റെ എല്ലാ പ്രചരണങ്ങളും അതിൻ്റെ വരവ് ഇതിനകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ സ്കോർ ബോർഡിൽ അല്ലെങ്കിൽ പദ്ധതിയിൽ ഓരോ അവലോകനത്തിലെല്ലാം ചാത്തമംഗലം വട്ടപൂജ്യമായ സ്ഥലത്ത് ഇപ്പോൾ ചെറിയ ചലനങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഓരോ വേറിട്ട പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന രീതിയിലേക്ക് ചാത്തമംഗലം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. അത് 5 വർഷം വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ദീർഘമായി പറയല്ല, 15 വർഷം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മണ്ഡലം. എന്താ ഈ മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആകെ 15 വർഷത്തിനിടെ ഈ നിയോജക മണ്ഡലത്തിൽ 2 സ്ഥാപനങ്ങൾ മാത്രമാണ് വന്നത്. 2 സ്ഥാപനം. ഒന്നേതാ? ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചാത്തമംഗലത്ത്. ആര് കൊണ്ടുവന്നതാ? PT റഹീം നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കോളേജ് ഇവിടെ വേണമെന്ന്? ഇല്ല. ഏതെങ്കിലും പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു നിവേദനം നൽകിയിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിക്ക്? ഇല്ല. പിന്നെ എങ്ങനെ നിയോജകമണ്ഡലത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നു? UDF ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ലാത്ത സംസ്ഥാനത്തെ 23 നിയോജക മണ്ഡലങ്ങളിലും ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊടുക്കണമെന്ന തീരുമാനം അബ്ദുൾ റബ്ബ് എന്ന വിദ്യാഭ്യാസ മന്ത്രി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കിട്ടി. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ എന്ത് സ്ഥാപനമാണ് കിട്ടിയത്? ആകെ കിട്ടിയത് പൂവാട്ടുപറമ്പിൽ ഒരു ബാർ അനുവദിച്ചിട്ടുണ്ട്. വലിയൊരു ബാർ. വലിയ സങ്കടമാണ് ഇപ്പോൾ അവിടെ. കാരണം എന്താ? ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് പെരുമൺപുറ. പെരുവേൽ പഞ്ചായത്തിലെയും പെരുമണ്ണ പഞ്ചായത്തിലെയും ഒരുവിധം വിവാഹങ്ങളൊക്കെ അവിടെ നടക്കുക. പുലർക്കാലത്ത് സ്ത്രീകൾ ഉൾപ്പെടെ 4 മണിക്കും 5 മണിക്കും ഒക്കെ ആ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ് വരെ. ഇപ്പം അങ്ങനെ ഒരു കാഴ്ചയല്ല. ആ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഒരു പക്ഷേ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ നബിദിന റാലി കള്ളന്തോട് ഉണ്ടാവാം. അത് കഴിച്ചാൽ ഏറ്റവും കൂടുതൽ 2000-നടുത്ത് ആളുകൾ പങ്കെടുക്കുന്ന നബിദിന റാലി പൂവാട്ടുപറമ്പ് ടൗണിൽ നടക്കാറുള്ളത്. ആ റാലിക്ക് മധുരപാനീയം നൽകി സ്വീകരിക്കുക ഈ ക്ഷേത്ര ഭാരവാഹികളാണ്. അത്തരത്തിലൊരു കേന്ദ്രം. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയെപ്പോലും അശുദ്ധമാക്കുന്ന രീതിയിൽ ഒരു ബാർ കൊണ്ടുവന്നതല്ലാതെ ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ട മാവൂരിലെ വ്യവസായമോ 7 ഏക്കർ ഭൂമി കണ്ണിപ്പറമ്പിൽ ഒരു വ്യക്തി ക്യാൻസർ സെന്റർ സൗജന്യ ചികിത്സ നടത്താൻ ഗവൺമെന്റിന്റെ ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിന് 7 ഏക്കർ ഭൂമി 8 വർഷം മുമ്പ് ഈ MLA-യുടെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇന്നേ വരെ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടില്ല. MBR ക്യാൻസർ സെന്റർ പുറത്തുണ്ട്. സൗജന്യ ചികിത്സക്ക് അവിടെ ഭൂമി കൊടുത്തിട്ടുള്ള ഇന്നേ വരെ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ജനകീയമായ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാതെ എല്ലാ MLA-മാരും ചെയ്യുന്ന രീതിയിൽ റോഡ് ടാർ ചെയ്യുക, പാലുണ്ടാക്കുക, അതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ. ഒരു സംവിധാനങ്ങളോ സ്ഥാപനങ്ങളോ കൊണ്ടുവരാതെ ഈ നിയോജക മണ്ഡലത്തോട് കടുത്ത അവഗണന കാണിച്ചിട്ടുള്ളത് അതിനുകൂടിയുള്ള പ്രതിഷേധമായിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കള്ളന്തോടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 1025 വോട്ടിൻ്റെ ഭൂരിപക്ഷം 75.5% വോട്ടും പോൾ ചെയ്തതിൻ്റെ കിട്ടിയ ഒരു പ്രദേശമാണിത്. വളരെ അപൂർവമായിട്ടും അത്തരം സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ വോട്ടിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ. അത്യുജ്വലമായ UDF-ൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കയ്യിൽ, ബ്ലോക്ക് നമ്മുടെ കയ്യിൽ, ജില്ല നമ്മുടെ കയ്യിൽ, ഇനി കേരള ഗവൺമെൻറ് കൂടി നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത ജനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം നമ്മുടെ പ്രദേശങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യമാവട്ടെ. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.